പൂന്തോട്ടമല്ലാന്ന് ടീച്ചർ പറഞ്ഞു തന്നെ കളറ് വരച്ചു. പിന്നെ അതേപോലെ പൂവിന്റെ പേര് പഠിച്ചു. പൂ മണുവിലെ പൂവില്ലേ നമുക്ക് റോസ് ഇല്ലേ മണുവിലെ പൂ. ഈ പൂ റോസ് മണുല്ലേ മണുണ്ട്. റോസാപ്പൂ മണുണ്ട്. മുല്ലപ്പൂ മണുല്ലേ. പിന്നെ ചെമ്പരത്തിപ്പൂവിന് മണുണ്ടാ? ഇല്ല, ചെമ്പരത്തിപ്പൂവിന് മണമില്ല. അപ്പൊ നമുക്ക് ഇനി ഇന്നെന്താക്കാം അറിയാം? മേനി പറിച്ചലാക്കാം. മേനി പറിച്ചല് നമുക്ക് ചെമ്പരത്തിപ്പൂ റോസാപ്പൂ തമ്മിലുള്ള മേനി പറിച്ചല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും നോക്കണേ. ഇതിപ്പോ നമ്മളേതാ ഇതെന്തിപ്പൂ? ഇതൊന്ന് പറഞ്ഞേ. നിങ്ങെന്തിപ്പൂ ഇത്? റോസാപ്പൂ. അത് പറഞ്ഞേ റോസാപ്പൂ. എല്ലാരും പറയും ഒച്ചത് പറഞ്ഞേ റോസാപ്പൂ. ഇതെന്തിപ്പൂ? ചെമ്പരത്തി. എല്ലാരും പറഞ്ഞേ ചെമ്പരത്തി. വെച്ച് പറഞ്ഞേ ചെമ്പരത്തി. ചെമ്പരത്തിന്റെ കളർ എന്തിയാ? ചുവപ്പല്ലേ? ചെമ്പരത്തിന്റെ കളർ ചുവപ്പ്, റോസിന്റെ കളർ ചുവപ്പല്ലേ? അപ്പൊ നമ്മളെ ചെമ്പരത്തിയും റോസാപ്പൂവും എന്താക്കണേ? മേനി പറിച്ചത്. ചെമ്പരത്തിന്റെ കാര്യം പറയൂ, റോസിന്റെ കാര്യം പറയുന്ന. ഇത് രണ്ട് പൂക്കളാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അവര് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ആക്കാം. അപ്പൊ നമ്മളെ ചെമ്പരത്തി ആദ്യം സംസാരിക്കുന്നത്. ഞാനാണ് ചെമ്പരത്തി. പറഞ്ഞേ ഒന്ന് വെച്ച് പറഞ്ഞേ. ഞാനാണ് ചെമ്പരത്തി. ഞാനാണ് ചെമ്പരത്തി. നീ എന്നെ റോസാപ്പൂ പറഞ്ഞേ. ഞാനാണ് റോസാപ്പൂ. പറയ് വെച്ച് പറ. ഞാനാണ് റോസാപ്പൂ. ഞാനാണ് റോസാപ്പൂ. ചെമ്പരത്തി റോസാപ്പൂയോട് സംസാരിക്കുന്നു കേട്ടോ. ചെമ്പരത്തി എന്ന് പറയുന്നത് ഞാനാണ് സുന്ദരൻ. ഒന്ന് വെച്ചും പറഞ്ഞ മോനെ. ഞാനാണ് സുന്ദരൻ. അപ്പൊ റോസാപ്പൂ പറയുന്നു ഞാനാണ് സുന്ദരൻ എന്ന് പറഞ്ഞു. ഞാനാണ് സുന്ദരൻ. അപ്പൊ ചെമ്പരത്തി പറയുന്നത് നോക്കിക്കാ. എന്റെ കളറ് ചുവപ്പാണ്. എന്റെ കളറ് ചുവപ്പാണ്. അപ്പൊ റോസാപ്പൂ പറയുന്നത് എന്റെ കളറും ചുവപ്പാണ്. ഇല്ലേ? എന്റെ കളറും ചുവപ്പാണ്. അങ്ങനെ രണ്ടാളും പറഞ്ഞു. അപ്പൊ റോസാപ്പൂ ചെമ്പരത്തിയോട് പറയുന്നത് എന്തറിയോ? എനിക്ക് നല്ല മണമുണ്ട്. പറഞ്ഞ മോനെ എനിക്ക് നല്ല മണമുണ്ട്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. വെച്ച് പറയും എനിക്ക് നല്ല മണമുണ്ട്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാരും എന്നെ കൊണ്ടുപോകുന്നു. ചെമ്പരത്തിയോട് റോസാപ്പൂ വാദിച്ചോണ്ട് നിൽക്കുന്നത്. അപ്പൊ റോസാപ്പൂ അങ്ങനെ പറയുമ്പോ റോസാപ്പിന് ഭയങ്കര അഹങ്കാരം. ഞാനാണ് സുന്ദരൻ. ഞാനാണ് നല്ല മണുവിന്റെ പൂ. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് റോസാപ്പൂ പറഞ്ഞിട്ട് പൊങ്ങച്ച കാണിച്ചോണ്ടിരിക്കുന്ന. അപ്പൊ ചെമ്പരത്തി എന്ന് പറഞ്ഞു ഞാനാണ് സുന്ദരൻ പറഞ്ഞോ. ചെമ്പരത്തി അങ്ങനെ ഉണ്ടാകാതെ നിന്നിട്ട് പിന്നെ ചെമ്പരത്തിക്ക് മനസ്സിലെന്തറിഞ്ഞു? എന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. എന്നെ എല്ലാരും പൂജക്ക് പറിച്ചു കൊണ്ടുപോകും. പിന്നെ എന്തിനുകൊണ്ടുപോകും? നല്ല കാളിയാക്കാൻ മരുന്നല്ലേ ചെമ്പരത്തി. ജ്യൂസാക്കാൻ പറ്റും. പിന്നെന്താക്കാൻ പറ്റും? കാളിയാക്കിട്ട് തലയിൽ തേക്കാൻ പറ്റും. നല്ല ഔഷധ ഗുണമുള്ളതാണ് ചെമ്പരത്തി. അങ്ങനെ ചെമ്പരത്തി റോസാപ്പൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ രണ്ടാക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് രണ്ടാക്കും കൂട്ടുകാരായി കഴിയാം അല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചങ്ങാതിമാരായി പൂന്തോട്ടത്തിലേക്ക് പോയി. ഓക്കെ അല്ലേ? നിങ്ങൾ ഇഷ്ടമായ ചെമ്പരത്തി?